അതിനാൽ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണില്ല, നിങ്ങൾ എന്നെ കാണും. ആരാണ് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞത്? അപ്പോൾ കർത്താവ് ഒന്നാമത്തെ വരവിൽ മനുഷ്യ ശരീരത്തിൽ വന്നപ്പോൾ അവനെ ലോകം എല്ലാവരും കണ്ടു, കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു അവന് രണ്ടാമത്തെ വരവ് അത് വരവല്ല, വരവെന്നാണ് പറഞ്ഞെങ്കിലും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണും, നിങ്ങൾ എന്നെ കാണും. അത് വരവല്ല, അത് പ്രത്യക്ഷതയാണ്. അപ്പൊ പ്രത്യക്ഷത, ആ ശരീരത്തോടുകൂടെ വന്ന കർത്താവ് തിരിച്ച് അവൻ വരുമ്പോൾ കാണില്ല എന്ന് പറയാൻ തക്കവണ്ണം അവൻ എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് അവൻ വന്നത്? ശരീരത്തോടു കൂടെ വന്നപ്പോൾ കണ്ടതല്ലേ? എങ്കിൽ പിന്നെ രണ്ടാമത്തെ വരവ് കാണണ്ടേ? അതുകൊണ്ട് എല്ലാവരും കാണില്ലാത്തത് കൊണ്ടാണല്ലോ അവൻ പറഞ്ഞത് കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണില്ല, നിങ്ങൾ എന്നെ കാണും. അപ്പൊ എല്ലാവരും കാണുന്നില്ല, മുൻനിർണയിക്കപ്പെട്ടവര്, തിരഞ്ഞെടുക്കപ്പെട്ടവര് അത് കാണുന്നു, കർത്താവിന്റെ പ്രത്യക്ഷതയെ. അപ്പോൾ കർത്താവ് വചനം ജഡമായി തീർന്ന് ഒരു ശരീരത്തോടു കൂടെ വന്നപ്പോൾ മനുഷ്യരവരെ കണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ വരവിൽ പ്രത്യക്ഷതയെങ്കിൽ അവനെ കാണുകയില്ല എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും വരുന്നത്? അവൻ മനുഷ്യപുത്രനായി വന്നപ്പോൾ അവനെ എല്ലാവരും കണ്ടു, അവനെ ക്രൂശിച്ചു. രണ്ടാമത്തെ വരവിൽ അത് പ്രത്യക്ഷതയാണ്, അത് വരവല്ല. ഇനി രണ്ടാമത്തെ വരവ് അവസാന അന്ത്യകാഹളനാദത്തിങ്കൽ ഉള്ള വരവായിട്ടാണ് ഇവിടെയുള്ള വിശ്വാസികൾ കാണുന്നതെങ്കിൽ അവന്റെ വരവിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമൻ മനുഷ്യപുത്രനായി, അത് കന്യകയുടെ ഉദരത്തിൽ വന്നു. രണ്ടാമതായി ദൈവപുത്രനായി, വീണ്ടും അവൻ ദാവീദിന്റെ പുത്രനായി വരും. അവൻ തിയോളജിയന്മാരായിരിക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സെമിനാരി സിലബസ് പ്രകാരമുള്ള ചില സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിൽ അവർ മറ്റാരെയും അംഗീകരിക്കില്ല. ആത്മാവുള്ളവരെ അംഗീകരിക്കില്ല, വചനം തിരിച്ചറിയുന്നവരെ അംഗീകരിക്കില്ല, ആത്മാവ് നടത്തുന്നവരെ, ആത്മാവ് പഠിപ്പിക്കുന്നവരെയും അവർ അംഗീകരിക്കില്ല. ഇതിപ്പോൾ സംഭവിച്ചതല്ല, ഒന്നാം നിക്യാ സമിതി ഉണ്ടായപ്പോൾ സംഭവിച്ചതാ. അപ്പോസ്തലന്മാരോടൊപ്പം ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ആ കാലത്തും ബുദ്ധിമാന്മാരായ, ശാസ്ത്രിമാരായ, പഠിതാക്കളായ എല്ലാവരും അവർ തള്ളി മാറ്റി അവർ നിക്യാ സമിതിയിലെ അംഗമാകുകയും അവർ യഥാർത്ഥ ആത്മാവുള്ളവരെ, വചനമുള്ളവരെ വെളിയിലാക്കുകയും ചെയ്തു. ഇപ്പോൾ സങ്കരജാതി വചനമുള്ളവരാ സഭയെ നയിക്കുന്നവർ. സങ്കരജാതി വചനമുള്ളവർ ആരെ? സങ്കരജാതി വചനമുള്ളവർ ഹൈബ്രിഡ് വചനം, മനുഷ്യനിർമ്മിതമായ മാനുഷിക കൽപ്പനകൾ ഉള്ളവരായ, ഉപദേശങ്ങളുള്ളവരായ സെമിനാരിയുടെ സുവിശേഷകന്മാർ, അവരവൻ സഭകളെ നയിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാനുള്ള കാരണം അവർ മാനുഷിക ബുദ്ധിയാണ് അവർ പഠിക്കുന്നത്. സിലബസ് എപ്പോഴും മാനുഷിക ബുദ്ധിയാണ്, വചനം മാനുഷിക ബുദ്ധിയല്ല, ദൈവത്തിന്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് എത്ര സിലബസ് പ്രകാരം എത്രമാത്രം ജ്ഞാനം വർദ്ധിപ്പിച്ചാലും അത് ലോകപ്രകാരം ദൈവത്തിന് അത് ഭോഷത്വവും, ദൈവത്തിന്റെ ഭോഷത്വം എന്ന് മനുഷ്യൻ വിളിക്കുന്നതിന് മനുഷ്യന്റെ ജ്ഞാനത്തേക്കാൾ വലുതാണ്. അതിനാൽ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അവൻ ഒന്നാമത്തെ വരവിൽ ശരീരത്തോടു കൂടി വന്നപ്പോൾ അവനെ കാണുന്ന തരത്തിലായിരുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവമാണെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ അവനെ നമുക്ക് ക്രൂശിക്കാൻ കഴിഞ്ഞു, അവനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ അവന്റെ രണ്ടാമത്തെ വരവിൽ അവൻ ദൈവപുത്രനായാ വരുന്നത്. ആമേൻ. അവൻ ആത്മാവായ ആത്മശരീരത്തിലാണ് വരുന്നത്, അവൻ മനുഷ്യ ശരീരത്തിലല്ല. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ വരാതെ ആത്മശരീരത്തിൽ, അതായത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഇപ്പോൾ ജഡശരീരം, കർത്താവിന്റെ ശരീരം അത് ആത്മരൂപത്തിലേക്ക് മാറി മനുഷ്യരുടെ അടുക്കലേക്ക് വരുമ്പോൾ
അതിന് ഒരു ആത്മരൂപത്തിലാണ് വരുന്നത്. ആ ആത്മരൂപത്തിൽ വരുന്ന വചനത്തെ നമ്മൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ അത് വചനരൂപത്തിലാകണം. ആ വചനരൂപത്തിലാകുമ്പോൾ കർത്താവിൻ്റെ ശബ്ദത്തെ, അങ്ങനെയാണല്ലോ വചനം പറയുന്നത്, അവർ അന്യൻ്റെ ശബ്ദം കേൾക്കാതെ അനുഗമിക്കാതെ എൻ്റെ ശബ്ദത്തെ. അപ്പം കർത്താവ് പോയ ശേഷവും അതേ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് വചനരൂപത്തിൽ. ആ വചനരൂപത്തിൽ വരുമ്പോൾ ശരീരമായിരുന്നവൻ ആത്മരൂപത്തിലേക്ക് മടങ്ങി വചനരൂപത്തിൽ മടങ്ങി വരുമ്പോൾ ഈ വന്നവൻ ദൈവമാണെന്ന്, കർത്താവാണെന്ന്, ക്രിസ്തുവാണെന്ന് എങ്ങനെ തിരിച്ചറിയും? അവൻ യേശുവായിട്ട് വന്നു, അവൻ ദൈവപുത്രനായ ക്രിസ്തുവായി അവൻ മടങ്ങി വരും. ദൈവപുത്രനായ ക്രിസ്തുവായി മടങ്ങി വരുമ്പോൾ അവൻ എങ്ങനെ തിരിച്ചറിയും? ഇവിടെയാ പറഞ്ഞത്, എല്ലാവരും അവനെ കാണില്ല, കുറഞ്ഞൊന്നും കഴിഞ്ഞ ലോകം എന്നെ കാണില്ല, നിങ്ങൾ എന്നെ കാണും. കാരണം വാഗ്ദത്തം ലഭിച്ച, വാഗ്ദത്തം പേറി നിൽക്കുന്ന, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന, അവൻ്റെ വരവിനെ കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ സമയത്ത് മുൻനിർണയിക്കപ്പെട്ടവരായിട്ട് അവിടെ ഉണ്ടായിരിക്കും.